Hello everyone, welcome back to my YouTube channel. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഡ്രയർ ആണ്. ഡൈസൺ ഉള്ള ബ്രാൻഡിൻ്റെ ഒരു ഹെയർ ഡ്രയർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡലിലാണ് ഡൈസൺ സൂപ്പർസോണിക് വരുന്നത്. ഇവിടെ കൂടെ എയർ ബ്ലോ ആകും. ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾ സ്വിച്ചസ് ഒക്കെ ഉള്ളത്. ഇത് ഓൺ ബട്ടൺ മേലോട്ടാക്കുമ്പോൾ ഓൺ ആകും. ഇതെന്ന് പറയുമ്പോൾ കോൾഡ് ഷോട്ടിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ടെമ്പറേച്ചർ ഹീറ്റ് കൂട്ടാൻ ഒരു 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് എത്ര പവർ ഓഫ് എയർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്വിച്ചിൽ, അത് 3 ഉണ്ടാവും. അങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസിലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ലൈറ്റ്സ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം പെട്ടെന്ന് ഹെയർ ഡ്രൈ ആവാൻ ഹെൽപ്പ് ചെയ്യും. സാധാ നോർമൽ ഹെയർ ഡ്രൈവിനേക്കാളും പെട്ടെന്ന് ഫാസ്റ്റായിട്ട്, എനിക്ക് ഒത്തിരി കട്ടിയുള്ള ഹെയർ ആണ്, അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി ഫ്രിസ് വരത്തില്ല. സാധാ ഹെയർ ഡ്രയർ ഒത്തിരി ഹീറ്റ് ഉപയോഗിക്കുമ്പോൾ ഇത് അത്ര ഹീറ്റ് ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഡ്രൈ ചെയ്യും. അതിൻ്റെ കൂടെ ഫ്രിസ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാ ഹെയർ ടൈപ്സിനും പറ്റിയൊരു ഹെയർ ഡ്രയർ തന്നെയാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ കോഡൊക്കെ വന്ന് ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ദൂരത്തിൽ പ്ലഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കോഡ്ലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ഹെയർ ഡ്രൈ ചെയ്യുന്ന ഡെമോ കുറച്ച് കഴിയുമ്പം വരുന്നതായിരിക്കും. അപ്പോൾ ഈ വേവി ഹെയറിനെ നമുക്ക് ആദ്യം ഡ്രൈ ചെയ്തിട്ട് അതിന് ശേഷം ഡൈസൺ എയർ റാപ്പിട്ട് സ്റ്റൈൽ ചെയ്യാം. ഇങ്ങനത്തെ ഒരു വലിയൊരു ലെങ്തി ആയിട്ടുള്ളൊരു കോഡിലാണ് ഇത് വരുന്നത്. നമ്മൾ കറണ്ടിൽ കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ കോഡ്ലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. നല്ല ലെങ്തി കോഡാണ്, നല്ല കുറച്ച് ഡിസ്റ്റൻസിലിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൈസൺ വന്ന് ഇങ്ങനത്തെ കേസിലല്ല, ഇതൊരു പൗച്ചാണ്. സ്റ്റോർ ചെയ്യാനും നമുക്കിങ്ങനെ ഹാൻഡി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പം ക്യാരി ചെയ്യാനുള്ളൊരു പൗച്ചാണ്. ഇതൊരു മാഗ്നറ്റിക് പൗച്ചാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും. 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ ഹെയർ ഡ്രയർ സ്റ്റോർ ചെയ്യാം. മറ്റേതിൽ നമുക്ക് വയേഴ്സ് വേണമെങ്കിൽ പ്രോപ്പറായിട്ട് വെക്കാം. അല്ലെങ്കിൽ വേറെ പ്രോഡക്റ്റ്സ് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ വെച്ചേക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പാക്കേജിങ് ആണ്. കുറച്ചും കൂടെ ഒരു ഇന്നൊവേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ പല ടെക്നോളജീസ് ഉണ്ട്. ഹെയർ ഒത്തിരി ഡാമേജ് ആവാതെ തന്നെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡ്രയറും കൂടെയാണ്. ഒത്തിരി ഹീറ്റ് യൂസ് ചെയ്യത്തില്ല. ഇതിന് പലതരം പവർ സെറ്റിങ്സ് ഉണ്ട്. ഇതൊന്ന് ഓൺ ബട്ടൺ, അതിൻ്റെ കൂടെ ഇത് എത്ര ടെമ്പറേച്ചറും കൂടെ ആക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ കൂടെ തന്നെ എത്ര എയർ ഫ്ലോ എത്ര വേണമെന്ന് കാണാൻ പറ്റും. ഇതാണ് പവർ ബട്ടൺ. ഇതെന്ന് പറയുമ്പം കോൾഡ് ഷോട്ട്, കൂളായിട്ടുള്ള എയർ വരാനായിട്ടും ഇത്രയും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള ഒരു കോൾഡായിട്ടുള്ള എയർ ബ്ലോ ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നല്ലൊരു കളറാണ്, സിൽവറും കോപ്പർ കളർ വരുന്നത്. ഇതിൻ്റെ കോഡ് വന്ന് നല്ല ലെങ്ത് ഉണ്ട്, ഒരുപാട് ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് അതിലൊരു പ്രശ്നം വരത്തില്ല. ഇതിന് കുറച്ച് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഡ്രയറായിട്ട് മേടിക്കുകയാണെങ്കിൽ ഇത് മാത്രമേ ആവശ്യമുള്ളൂ. അറ്റാച്ച്മെൻ്റ് ഒന്നും ആവശ്യമില്ല. ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഫ്രിസിയും അല്ലെങ്കിൽ ഒരുപാട് ചുരുണ്ട മുടിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സിന് ആവശ്യമില്ല. പ്രോപ്പറായിട്ട് ഇത് തന്നെ ബ്ലോ ചെയ്തിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ സൂപ്പർസോണിക് എന്ന് പറയുന്ന ആ ഒരു നെയിം ഈ ഡൈസൻ്റെ ഹെയർ ഡ്രയറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അവിടെ ഇങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ കത്തും. ഫസ്റ്റ് മോഡാണെങ്കിൽ ഒരു ലൈറ്റ്, പിന്നെ 2, 3 അങ്ങനെ രീതിയിൽ 3 ലൈറ്റ്സ് കത്തും. ഇതൊക്കെയാണ് ഡൈസൺ സൂപ്പർസോണിക്കിൻ്റെ അറ്റാച്ച്മെൻറ്റ്. ഇതിലേക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷെ നോർമലി കിട്ടുന്ന ഈ 3 അറ്റാച്ച്മെൻറ്റ്സ് ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ജെൻറ്റിൽ എയർ അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് കൂടുതലും ഫൈൻ ഹെയർ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പിന് വേണ്ടിയുള്ളതാണ്. അത് കാരണം കൂടുതൽ ജെൻറ്റിലായും ചെയ്യും, പക്ഷേ സ്റ്റിൽ ഹെയർ ഡ്രൈയും ചെയ്യും. ഇതെന്ന് പറയുമ്പം സ്റ്റൈലിംഗ് കോൺസെൻട്രേറ്റ് ആണ്. കൂടുതൽ കോൺസെൻട്രേറ്റ് എയർ ഒരു ഭാഗത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ്.
ഇത് പറഞ്ഞാൽ ഫ്ലൈ അവേ അറ്റാച്ച്മെൻ്റ് ആണ്. കൂടുതലും ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഡ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫ്രിസിനെസ് ഒക്കെ മാറ്റി കൂടുതലായിട്ട് ഫ്ലൈ അവേസ് ഒക്കെ കുറച്ച് സ്മൂത്ത് ഷൈനി ഫിനിഷ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്. ഫ്ലൈ അവേ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പം കൂടുതലും ഫ്രിസി ആയിട്ടിരിക്കുന്ന മുടി അല്ലെങ്കിൽ ചെറിയ ബേബി ഹെയർസിന് അത് സ്മൂത്തായിട്ട് ബാക്കി ഹെയർസിൻ്റെ കൂടെ ചേർക്കുന്നതാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നത്. വേറെ 2 അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. വൈറ്റ് ടൂത്ത് കോം അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതെന്ന് പറയുമ്പം കൂടുതൽ ഭയങ്കര കേളി അല്ലെങ്കിൽ കോയിലി ഹെയറിന് വേണ്ടിയുള്ളതാണത്. അതൊരു വോളിയും അതിനുള്ള ഷേപ്പും കൊടുക്കുന്ന രീതിയിലുള്ളതാണ് വൈറ്റ് ടൂത്ത് കോംബ് അറ്റാച്ച്മെൻറ്റ്. അത് ഇതിലില്ല. പിന്നെ ഉള്ളതൊരു വേവ് പ്ലസ് കേൾ ഡിഫ്യൂസർ ഉണ്ട്. അതും ഈ നാച്ചുറൽ കേൾസിനെ എൻഹാൻസ് ചെയ്യാനും നാച്ചുറൽ വേവ്സിനെ എൻഹാൻസ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഇത് വരുമ്പോൾ 5 സെറ്റായിട്ടാണ് വരുന്നത്. വേവ് പ്ലസ് കേൾ ഡിഫ്യൂസറും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള നീളമുള്ള കോൺസെൻട്രേറ്ററിൻ്റെ അറ്റാച്ച്മെൻറ്റും കൂടെ ഉണ്ടാവും. അപ്പം അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്ന എപ്പോഴും ഈ ഒരു സൈഡിലായിരിക്കും. ഇത് മാഗ്നറ്റിക് പോലത്തെ അറ്റാച്ച്മെൻറ്റ്സ് ആണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റാണ്. പെട്ടെന്ന് അറ്റാച്ച് ആവും. നല്ല സ്റ്റേഡിയും കൂടെയാണ്. ഒരിക്കലും അതിങ്ങനെ പെട്ടെന്ന് ലൂസായി വരികയോ ഒന്നും ചെയ്തില്ല. കാരണം നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആയതുകൊണ്ട് പക്ഷെ ഒന്ന് ഫോഴ്സ് കൊടുത്താലേ അത് ഇളകിയും വരത്തുള്ളൂ. പെട്ടെന്ന് അറ്റാച്ച് ആയിരുന്നോളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അറ്റാച്ച്മെൻറ്റ് ഇതാണ്. കാരണം ഇത് കൂടുതലും നല്ല ഫ്രിസൊക്കെ മാറ്റി കൂടുതലും നല്ല ഒതുങ്ങിയ ഹെയർ ആയിട്ട് കിടന്നോളും. പിന്നെ ഇത് വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം ഇതെപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു എഫിഷ്യൻസി കുറയാൻ സാധ്യതയുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇവിടെയാണ് ഫിൽറ്റർ പോലൊരു സ്ഥലമാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതെന്ന് പറയുമ്പം അതിന് വേണ്ടി അവരൊരു ഒരു ബ്രഷ് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ളൊരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സി പോലെ ഇരിക്കും. പിന്നെ അകത്താണ് ഇതിൻ്റെ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണാം. ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി, അത് ഓപ്പൺ ആവും. ഇത് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്പാരൻറ്റ് അകം വരുന്ന ഡോട്ടായിട്ടും അറ്റാച്ച് ചെയ്തിട്ട് പിന്നെയാണ് ഇത് തിരിച്ച് ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ലോക്കായി കിടന്നോളൂ. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ് ഹീറ്റ് ഡാമേജും ഉണ്ടാവും, പെട്ടെന്ന് ഫാസ്റ്റ് ഡ്രൈയിങ്ങുമാണ്. അത് ഞാൻ കണ്ടിട്ടുള്ള ബാക്കി ഹെയർ ഡ്രയേഴ്സിനെ അപേക്ഷിച്ച്. അതുകൊണ്ടൊരു നല്ല ബൈ ആയിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് റിവ്യൂ ആണ് വേണ്ടതെന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇടുക. അത് ഞാൻ റിവ്യൂ ചെയ്യാൻ ട്രൈ ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.